ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ സെക്കൻഡ് ഡെലിവറി സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ആരെങ്കിലും അല്ല, ഒട്ടുമിക്ക ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ എൻ്റെ ഡെലിവറി സ്റ്റോറി പറയാൻ പോവാം. അപ്പം രണ്ടാമത്തെ കുഞ്ഞാവയായിരുന്നു. അപ്പം ഞങ്ങൾ വാവയുണ്ടെന്ന് അറിയുന്നത് എനിക്ക് പ്രാവശ്യം ഭയങ്കര പനിയൊക്കെ ആയിട്ട് ഇവിടെ രാമപുരത്ത് ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ മരുന്നൊക്കെ മേടിക്കാനത് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് പൊതുവേ പീരീഡ്സ് മിസ്സാകുന്നതാണ്, അതുകൊണ്ട് ഞാനത് കാര്യമാക്കിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഒന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്തേക്ക്, എന്നിട്ട് ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, എന്നാൽ പിന്നെ പോയി ലാബിൽ പോയി യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ കയറിയപ്പോൾ അച്ഛനും അമ്മ എവിടെയോ പോയിട്ട് അവിടെ തന്നെ വന്ന് ഫുഡ് കഴിക്കാൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവരോട് പോയിരുന്നു. എന്നാലും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ചേട്ടായുടെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വന്നു. മെസ്സേജ് എടുത്ത് നോക്കിയപ്പം ഷോ മൊത്തം കുഴപ്പമാണ്. അപ്പം എടുത്ത് നോക്കിയപ്പം എനിക്ക് പോസിറ്റീവായിരുന്നു. ഞാൻ പോസിറ്റീവ് ആണ്. അതിൽ വലിയ വിറ്റെന്ന് പറയും. ഞാൻ പോസിറ്റീവ് ആണെന്ന് ഞാനിവിടെ ഹെൽത്തിൽ വിളിച്ച് പറഞ്ഞപ്പോഴാണെങ്കിൽ അവർ പോസിറ്റീവ് ആണെന്ന് മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അവർ ചോദിച്ചു കൊറോണ പോസിറ്റീവ് ആയിരിക്കും. എന്നിട്ട് ഹെൽത്തിലെ ആശാ വർക്കർ വിളിക്കുന്നു. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. പിന്നെ ഞാൻ പറഞ്ഞു അവരോട് വ്യക്തമായിട്ട് എനിക്ക് ഇങ്ങനെ പ്രഗ്നൻസി ടെസ്റ്റിൽ പോസിറ്റീവായിട്ട് കാണിച്ചേക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതപ്പം അവിടെ ഇത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ റിസൾട്ട് വന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റായിരുന്നല്ലോ. അപ്പോൾ ഒത്തിരി സന്തോഷമായി. ഞങ്ങളങ്ങനെ പിന്നെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഈ ഡാനിക്ക് അപ്പോൾ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം 1.5 വയസ്സ് പോലും ആയില്ല. അപ്പോൾ അത് ശരിക്കും അവന് കൊടുക്കാൻ പറ്റുകയില്ല, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരാഴ്ച എങ്ങനെ കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും ഡോക്ടറിനോട് ഫീഡിങ്ങിൻ്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ഒരു 4-5 മാസം വരെയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ആദ്യത്തെ സ്കാനിങ്ങിൻ്റെ ഡേറ്റൊക്കെ എഴുതി തന്നു. പിന്നെ ഫോളിക് ആസിഡൊക്കെ കഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 മാസത്തേക്ക് ഫോളിക് ആസിഡിൻ്റെ ഡേറ്റ് 3-ാം മാസത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. ആദ്യത്തെ സ്കാനിങ് ഇല്ലേ, അതൊക്കെ ഡേറ്റൊക്കെ എഴുതുന്ന അതൊക്കെ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ചെയ്തിട്ട് പിന്നെ ചെന്നപ്പം കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് 4-ാം മാസമൊക്കെ ആയപ്പോഴത്തേക്കും ചെറിയൊരു ക്ഷീണമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. അപ്പം ഷുഗറിൻ്റെ ആണെന്ന് വിചാരിച്ച തലേദിവസം എനിക്കൊരു വലിയ ഡയറി മിൽക്ക് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് തന്നെ എല്ലാവർക്കും ഇച്ചിരി കൊടുത്തു. എന്നിട്ട് ഞാൻ ഒത്തിരി കഴിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ചു. ചെന്നപ്പം ഷുഗർ കുറവായിരുന്നേ. ഇപ്പോൾ വരാം, ആവയൊന്ന് ഏറ്റായിരുന്നേ. അപ്പം നമ്മളിവിടെ പറഞ്ഞ അങ്ങനെ ഷുഗർ കുറവായിരുന്നു. പിന്നെ എനിക്ക് ആദ്യത്തെ 3 മാസം കഴിഞ്ഞ് കുറച്ച് നാളുകൂടെ എനിക്കിങ്ങനെ ഭക്ഷണത്തിൽ ഛർദ്ദിക്കാൻ വരലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വരാം. കുഞ്ഞാവ നമ്മളെ പറയാൻ സമ്മതിക്കുന്നില്ല. അപ്പം നമുക്കിങ്ങനെ ആട്ടിക്കൊണ്ട് പറയാം. ഇല്ല, എന്തെങ്കിലും പറഞ്ഞ് തീരുകയല്ല. അപ്പം നമ്മളെവിടെ നിർത്തിയ പിന്നെയും വിട്ടുപോയി, ആലോചിക്കട്ടെ. അപ്പം 4 മാസത്തിൻ്റെ ഇപ്പം കുറച്ചുകൂടെ എനിക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഇറച്ചി, മീൻ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഉള്ളൊരു എന്നുവെച്ചാൽ കഴിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാവിലെ പല്ല് തേക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഇങ്ങനെ ബ്രഷ് കാലിലോട്ട് വെക്കുമ്പോഴേ ഛർദ്ദിക്കാൻ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. ഡാനി ആയിരുന്നപ്പോൾ എനിക്ക് ഛർദ്ദിന്ന് അങ്ങനെ ഒരു വിഷയമേ ഇല്ലായിരുന്നു. പക്ഷേ കുഞ്ഞാവയായിരുന്നപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം രണ്ടാമത്തെ അങ്ങനെ ചേഞ്ചസ് ഒക്കെ വന്നപ്പോൾ എല്ലാവരും പെങ്കൊച്ചാന്നും കൂടെ വിചാരിച്ചായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 5-6-7 മാസത്തിലൊന്നും വലിയ ക്ഷീണമൊന്നും ഇല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ എല്ലാ ഫുഡൊക്കെ കഴിക്കാമെന്നൊക്കെയുള്ള സന്തോഷത്തിൽ ഞാൻ ഷുഗറും കുറവായിരുന്നെന്ന് കണ്ടപ്പോഴത്തേക്കും നല്ലപോലെ ആർമാദിച്ച് ഭക്ഷണമൊക്കെ അങ്ങ് കഴിച്ചിട്ട് പിന്നെ നമ്മുടെ 6-ാം മാസത്തിലെങ്ങാണ്ട് അവസാനം എങ്ങാണ്ടല്ലേ ഷുഗർ ടെസ്റ്റ് തരുന്നത്, ഗ്ലൂക്കോസ് ടെസ്റ്റ്, അത് പോയി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഷുഗർ കൂടുതലായിരുന്നു കണ്ടു. അങ്ങനെ എനിക്ക് ഡോക്ടർ ഡയറ്റിൻ്റെ ചാർട്ടൊക്കെ എഴുതി തന്നു. പിന്നെ ഞാൻ കുറേ നാൾ ഇങ്ങനെ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റും ഓട്സും ഒക്കെ ഒരു ഡയറ്റിൻ്റെ പേപ്പറൊക്കെ എഴുതി അവിടെ അടുക്കളയിൽ കൊണ്ട് ഒട്ടിച്ചു. അല്ലെങ്കിൽ അടുക്കള കാണുമ്പോഴത്തേക്കും മറന്നു പോകില്ല. അപ്പോൾ അതുകൊണ്ട് ഒട്ടിച്ചിട്ട് അത് നോക്കി കുറേ നാളൊക്കെ ഫോളോ ചെയ്തു. പിന്നെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ചെക്ക് ചെയ്തിട്ട് ചെല്ലണമായിരുന്നു. അപ്പോൾ അങ്ങനെ ആഴ്ചയിലൊക്കെ ചെന്നുകൊണ്ടിരുന്ന സമയത്ത് എപ്പോഴും എനിക്ക് നോർമലായിരുന്നു, വലിയ കുഴപ്പമില്ല, ചിലപ്പോൾ കുറവായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നപ്പം ഒരു ഇച്ചിരിയൊക്കെ ഇടയ്ക്കൊക്കെ മധുരം കഴിക്കുമായിരുന്നു, വലിയ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഒരു അനക്കക്കുറവ് പോലെ ചെറുതായിട്ട് തോന്നി.
എന്നിപ്പോൾ ഭക്ഷണം നമ്മൾ ഷുഗർ ആയതുകൊണ്ട് ഇച്ചിരി കഴിക്കുന്നതൊക്കെ ഇച്ചിരി കുറയ്ക്കുകയൊക്കെ ചെയ്തായിരുന്നല്ലോ. അപ്പോൾ ഒരു ദിവസം അനക്കമൊന്നുമില്ല, ഇല്ലാതെ എന്ന് വെച്ചാൽ അനക്കം കുറവായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടറെ അടുത്ത് സ്കാനിങ്ങിനൊക്കെ ഇരുന്നു. അപ്പം പിന്നെ സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് വന്നപ്പോൾ എന്താ കുഞ്ഞിന് വെയിറ്റ് കുറവായിരുന്നു. കുഞ്ഞിന് ആ സമയത്ത് ആവേണ്ട അത്ര വെയിറ്റ് ഇല്ല. പിന്നെ എനിക്ക് ഡോക്ടർ പ്രോട്ടീൻ പൗഡർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു, ഒരു പൗഡർ. അത് ഞാൻ പാലിനകത്ത് കലക്കി കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പൗഡർ പാലിനകത്ത് കുടിച്ച് പിന്നെ എനിക്ക് സ്കാനിങ്ങിനകത്ത് കുഞ്ഞിന് വെയിറ്റൊക്കെ വളർച്ചയൊക്കെ കറക്റ്റായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ ചെറിയ വേദന ഇങ്ങനെ വന്നും പോയി നിൽക്കുമായിരുന്നു. 34 ആഴ്ച ആയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ചെറിയ വേദന, തീരെ ചെറിയ വേദന വന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കൂടുവാണെങ്കിൽ കൂടിയാലല്ലേ കാര്യമുള്ളൂ, കൂടുന്നത് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂടുന്നൊന്നുമില്ല, അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ ഭയങ്കര ക്ഷീണവും വേറെ എന്നാണ്ടൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. മേല് വേദന അങ്ങനെ ഉണ്ടെങ്കിൽ ക്ഷീണം ഭയങ്കരമായിരുന്നു. അപ്പോൾ അതിന് ഹോസ്പിറ്റലിൽ പിന്നെയും പോയി. പാലായിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഡോക്ടറിനോട് ഇങ്ങനെ ക്ഷീണമൊക്കെയാന്ന് പറഞ്ഞപ്പോൾ എന്നെ അഡ്മിറ്റ് ചെയ്തു. ഒരു അന്ന് വൈകുന്നേരം അങ്ങോട്ട് ചെല്ലുന്നെന്ന് തോന്നുന്നു. അന്ന് അഡ്മിറ്റ് ചെയ്തു. അന്ന് അവിടെ കിടന്നിട്ട് അന്നത്തെ ദിവസം വലിയ കുഴപ്പമില്ല. അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും തലേ ദിവസം ഉണ്ടായിരുന്നതിലും കുറച്ചുകൂടെ വേദന ഇങ്ങനെ കൂടി വന്നും പോയി നിൽക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അന്നത്തെ ദിവസമൊന്നും കുഴപ്പമില്ലായിരുന്നു. രണ്ടാമത്തെ ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ പിന്നെ വിചാരിച്ച് കൂടുവാണെങ്കിലല്ലേ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചു. അടുത്ത ദിവസം അതുമല്ല, അവരന്ന് തന്നെ വിടാത്തതിൻ്റെ കാരണം അതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ ഹോസ്പിറ്റലിൽ കാണാൻ വരേണ്ടിയിരുന്നത് ഡോക്ടറിനെ. അപ്പോൾ അതുകൊണ്ട് അന്ന് വരുന്നത് നമ്മുടെ അനസ്തേഷ്യ, എനിക്ക് സിസേറിയൻ ആയതുകൊണ്ട് അനസ്തേഷ്യ ഡോക്ടറിനെ കാണണം. അപ്പോൾ അതുകൊണ്ട് അനസ്തേഷ്യ ഡോക്ടറിനെയും കണ്ടിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് അന്നുകൂടെ അവിടെ കിടക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അടുത്ത ദിവസം രാവിലെ അനസ്തേഷ്യ ഡോക്ടറിനെയൊക്കെ കാണാൻ മേളിൽ പോയി ഇങ്ങനെ കുളിച്ച് സുന്ദരിയൊക്കെ ആയി. സുന്ദരിയല്ലേ എന്തൊക്കെയല്ലേ പറയുന്ന ഇടയ്ക്ക്. അപ്പം കുളിച്ച് മേളിലൊക്കെ പോയി ഇരിക്കുമായിരുന്നേ. എന്നെയും വേറെ ഒരു കൊച്ചും കൂടെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അവിടെ പോയി ഇരുന്നത് ഏറ്റവും വലിയ വിറ്റ്. എൻ്റെ പുറകിലാണെങ്കിൽ മറ്റേ ഇങ്ങനെ തീയൊക്കെ വരുമ്പോൾ കെടുത്തുന്ന ഒരു സാധനമില്ലേ, അതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കൈ കഴിക്കുന്നത് ഹായ് ചേട്ടായി വന്നു. അപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ പോയിരുന്നതും എൻ്റെ തലയകത്തെ പൊറ്റയിടി. അങ്ങനെ കിളി പോയിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വേദന ഭയങ്കര അടിയാണ് കൂടി പോകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഉള്ള സിസ്റ്ററിനോട് പറഞ്ഞ് ബാക്കി പിന്നെ പറയാൻ പോയിട്ട് വരാം. അപ്പം ചേട്ടാ ഒരു ചെറിയൊരു 1 ഡേ ട്രിപ്പ് പോയതായിരുന്നു. ഇപ്പം വന്ന് അതിൻ്റെ കേട്ടോ. അപ്പം അങ്ങനെ പെയിനായിട്ട് പോയി സിസ്റ്ററിനോട് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇങ്ങനെ കൺട്രാക്ഷൻ നോക്കാൻ വേണ്ടി കൊണ്ടുതന്നെ കിടത്തി. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം നല്ലതായിട്ട് കൺട്രാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 34 ആഴ്ചയല്ലേ ആയുള്ളൂ. അപ്പോൾ ഡോക്ടറുമായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു നേരെ മെഡിക്കൽ കോളേജിലോട്ട് പൊക്കോളാൻ പറഞ്ഞു, കോട്ടയത്ത്. അങ്ങനെ അവിടെ നിന്ന് കോട്ടയത്തോട്ട് ധൃതി വെച്ചാണ് പോയത്. ഇപ്പോൾ പ്രസവിക്കുമെന്ന് പറഞ്ഞ നല്ല രീതിയിൽ അങ്ങ് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു എന്താണ്ടൊക്കെ മരുന്നൊക്കെ തന്ന് കുറേ നേരം അവിടെ കിടന്ന് കുറച്ച് നേരം വേദന ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെയും അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഒക്കെ കുറഞ്ഞ് പിന്നെ അവർ വാർഡിലോട്ട് മാറ്റാനൊക്കെ ആയി. പിന്നെ വാർഡിലോട്ട് മാറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു ഇനിയും പെയിൻ വരുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടി 2 ദിവസം കിടന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ശരി ഡിസ്ചാർജ് ചെയ്യാം, ഒരു കാര്യം ചെയ്ത് സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി സ്കാൻ ചെയ്തു. അവിടെ സ്കാൻ ചെയ്തിട്ട് സ്കാൻ ചെയ്തിട്ട് പോകാനുള്ള ധൃതിക്ക് വലിയ സന്തോഷത്തിലൊക്കെ വരുന്നത്. സ്കാൻ ചെയ്തപ്പോഴത്തേക്കും അകത്തുള്ള സ്കാറിന് തിക്നെസ് കുറവാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ കുഞ്ഞ് താഴോട്ട് പ്രഷർ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്, 37 ആഴ്ചയായിട്ട് സിസേറിയൻ ചെയ്തിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 37 ആഴ്ചയ്ക്ക് വേണ്ടി അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് 37 ആഴ്ച ആകാറായപ്പോഴത്തേക്കും 35 പാതി എങ്ങാണ്ടായപ്പോഴത്തേക്കും ഭയങ്കര ചുമ. അവിടെ ചെന്നിട്ട് കിട്ടിയ ചുമയാണ്, എങ്ങനെ കിട്ടിയെന്ന് അറിയത്തില്ല കേട്ടോ. ഭയങ്കര ചുമ, പിന്നെ കഫക്കെട്ടായി, ചുമ ഭയങ്കര ചുമയായിരുന്നേ. രണ്ടുപേരും കിടന്ന് കളിയാ. നിങ്ങളുടെ ഒച്ചയകത്ത് കേൾക്കും. അന്നപ്പം ഞാൻ എന്നാ പറഞ്ഞോണ്ടിരുന്നത്, ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും. അപ്പം ഇങ്ങനെ അപ്പം അത് കഴിഞ്ഞിട്ട് ചുമയൊക്കെ മാറിയിട്ട് കഫക്കെട്ടൊക്കെ കഴിഞ്ഞിട്ട് സിസേറിയൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു.
അങ്ങനെ മാറിയിട്ട് സിസേറിയൻ ചെയ്യാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു 37 ആഴ്ച ആയപ്പോഴത്തേക്ക് എനിക്ക് നല്ലതായിട്ട് കുറഞ്ഞു. അപ്പം സിസേറിയൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഇത് പൊട്ടുകയും കൂടെ ചെയ്യുന്നത് പ്രശ്നമാണല്ലോ. അപ്പോൾ കറക്റ്റ് 37 ആഴ്ച ആയപ്പോഴത്തേക്കും ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സിസേറിയൻ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ സിസേറിയൻ കഴിഞ്ഞ് സ്റ്റിച്ചിട്ട് കഴിഞ്ഞതും പെട്ടെന്ന് അപ്പം തന്നെ സ്റ്റിച്ചിട്ട് കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയില്ല അപ്പോഴത്തേക്കും ചുമ. അപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് എല്ലാം കൂടെ വയറെല്ലാം കൂടെ പൊത്തി പിടിച്ചേക്കുമായിരുന്നു. എന്നിട്ട് ചേട്ടായിടുത്ത് പെട്ടെന്ന് ബൈൻഡ് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ബെൽറ്റ് മേടിച്ചുകൊണ്ട് വന്ന് വയറിലിട്ട് അവിടെ വാർഡിലാക്കി. ആദ്യം സിസേറിയൻ കഴിഞ്ഞ് കിടന്ന വാർഡ് അത്ര സുഖമില്ലായിരുന്നു. സിസ്റ്റേഴ്സൊക്കെ മാലാഖമാരാന്നുള്ള തോന്നലൊക്കെ അവിടെ വെച്ച് മാറിയായിരുന്നു. പിന്നെ അവിടെ മാത്രമല്ല കേട്ടോ കിടക്കുന്ന അവിടെ വന്ന് അപ്പോൾ അവിടെ അത്രയും സിസേറിയൻ കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാർക്ക് ഒരു യൂറോപ്യൻ ക്ലോസറ്റ്, ബാക്കി മുഴുവൻ താഴെ ഇരിക്കുന്ന. അതാണെങ്കിൽ പിടിച്ചേക്കാൻ പോലും ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ സിസേറിയൻ കഴിഞ്ഞ് കൊണ്ട് കിടത്തിയ വാർഡിൽ അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റം ഒന്നും ഒരു സുഖമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 3-4 ദിവസം ആയപ്പോഴത്തേക്ക് സാധാ വാർഡിലോട്ട് മാറ്റി. പിന്നെ കുഞ്ഞിനും വെയിറ്റിൽ കുഴപ്പമില്ല. പിന്നെന്താ മഞ്ഞ നിറമാണെങ്കിലും അങ്ങനെ അധികം മഞ്ഞ നിറം കുഴപ്പമില്ല എന്ന് പറഞ്ഞു, ഇല്ലെന്ന് പറഞ്ഞു. മൂക്കിനകത്തങ്ങാണ്ട് ആദ്യം ഡോക്ടർ ഇവനെ ഒരു മഞ്ഞ ടർക്കി പൊതിഞ്ഞുകൊണ്ട് നിന്നപ്പോഴത്തേക്കും മഞ്ഞക്കിളി പോലെ കിടക്കുക. വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നല്ല മഞ്ഞ നിറം ഉണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു. ചെന്ന് മഞ്ഞ നിറം നോക്കാൻ വേണ്ടി ഡോക്ടറിനെ വിളിച്ചോണ്ട് പോയി. ചെന്ന് നോക്കിയപ്പോഴത്തേക്കും മഞ്ഞ കളർ ഇല്ല, മഞ്ഞ കുഴപ്പമില്ലാത്ത പോലെ നിൽക്കുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങളെ അവിടുന്ന് എനിക്കും കുഴപ്പമില്ല, കുഞ്ഞിനും കുഴപ്പമില്ലാതെ അങ്ങനെ ഡിസ്ചാർജായി വീട്ടിൽ വന്ന് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ കിടക്കുന്നു. വാവയ്ക്ക് അവിടെ വെച്ച് പേരൊന്നും ഇട്ടില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞപ്പം 2 മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഡാനിയലിന് ചേരുന്ന പോലെ ഏബലിന് പേരിട്ടു. ഇപ്പം ഏബൽ കുട്ടൻ തൊട്ടി കിടന്ന് ആടിക്കൊണ്ടിരിക്കുക. ഡാനിക്കുട്ടൻ അപ്പായുമായിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക. കണ്ട വഴക്ക അവർ ഭയങ്കര ഫ്രണ്ട്സാണ്. നമ്മളെയൊന്നും കൂട്ടുകയല്ല. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒത്തിരി നേരം സംസാരിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒറ്റ ശ്വാസത്തിൽ പെട്ടെന്ന് പറഞ്ഞു തീർത്തത്. എനിക്കാണെങ്കിൽ ഏതെങ്കിലും വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ ഒത്തിരി നേരം കണ്ടുകൊണ്ടിരിക്കുന്ന ഇഷ്ടമില്ല, ഞാൻ സ്കിപ്പ് ചെയ്ത് വിടും. അപ്പോൾ അതുപോലെ സ്കിപ്പ് ചെയ്ത് വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഇത് ഫുള്ള് കാണുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായിട്ട് വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ മുമ്പ് പറഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, എന്നാൽ ബൈ ബൈ.